പ്രകൃതി എത്ര സുന്ദരിയാണ്. വയലും കാടും നാടുകളും ചേർന്ന നയനരമണീയമായ ഇടം. എന്നാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥത മൂലം പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിക്ക് അതിന്റെ ചെറുത്തുനിൽപ്പ് ആരംഭിക്കേണ്ടതായി വന്നു. പ്രകൃതി താണ്ഡവമാടിയ വയനാട് ദുരന്തം ഇതിൽ ഒരു ഉദാഹരണം മാത്രം. സ്നേഹപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര. ജൂലൈ 30 ആരും മറന്നു കാണില്ല ആ രാത്രി. എന്നത്തെയും പോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു മഴ പെയ്തു. മഴയല്ലേ, സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്കിറങ്ങി. എന്നാൽ പതിയെ പതിയെ മഴയുടെ മട്ടുമാറി. വീട് വെള്ളവും ചെളിയും കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഉയിരായി മാറവേ നിഴൽ മായവേ ഒരേ സ്വരം ഒരേ മുഖം ഒരേ മനസ്സുകളായി നാം ഈ നേരവും. ഞങ്ങൾ വലിയൊരു ദുരിതത്തീന്നാ വരുന്നേ. നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ. അവിടെ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. പണക്കാരനും പാവപ്പെട്ടവനും, പണ്ഡിതനും പാമരനും, താണജാതി കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ നിലവിളിക്ക് ഒരു സ്വരമേ ഉള്ളൂ. ഇരുളിൻ്റെ മറപൊട്ടി വന്ന കരിമേഘങ്ങളുടെ പടക്കധ്വനിയിൽ നാട് നടുങ്ങി. ഞങ്ങൾ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. രക്ഷപ്പെടുത്താൻ ഇനി ആരും ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. രക്ഷിക്കാൻ ആരും വരില്ല എന്നുറപ്പിച്ച്, സ്വയം തോൽവി സമ്മതിച്ച്, കൈകൾ ചേർത്ത് പിടിച്ച്, കണ്ണുകൾ ഇറുക്കി അടച്ച് ഞങ്ങൾ മരണത്തെ കാത്തു കിടന്നു. പാതിരാ നേരത്തു ഞാനൊന്നുറങ്ങി. നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം. വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി.
ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതാ വെളിച്ചത്തിൻ്റെ നേർത്ത നാളങ്ങൾ കടന്നു വന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ നീട്ടിയ ആ കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ എന്നോ കറുത്തവൻ്റെയോ വെളുത്തവൻ്റെയോ എന്നോ ഇടതിൻ്റെയോ വലതിൻ്റെയോ എന്നോ ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ആ കൈകൾക്ക് സ്വന്തം കുടുംബമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്ദി പറയാൻ ഒരുപാടുണ്ട്. മണ്ണും മഴയും താണ്ടി കൂടെ നിന്ന് നമുക്ക് വേണ്ടി അതിജീവനത്തിൻ്റെ വേലിപ്പാലം തീർത്തു തന്ന നമ്മുടെ സ്വന്തം സൈന്യത്തിനും പോലീസിനും ഫയർഫോഴ്സിനും രാഷ്ട്രീയ തലവന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മീഡിയയ്ക്കും കാവലായി നിന്ന മിണ്ടാപ്രാണികൾക്കും എല്ലാത്തിനുമുപരി എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ഓടിയെത്തിയ കേരളത്തിൻ്റെ സാധാരണക്കാർക്കും നന്ദി. ഞങ്ങൾ അതിജീവിക്കും ഒറ്റക്കെട്ടായി. കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സ്വപ്നങ്ങളും മോഹങ്ങളും ബാക്കിയാക്കി പ്രകൃതിയുടെ ഭ്രാന്തമായ പ്രളയത്തിൽ പൊലിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങളുടെ ഈ എളിയ കലാവിരുന്ന് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.